നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. എന്നാൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് ചൊവ്വാഴ്ച എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള തീരത്ത് 4.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. തീരമേഖലയിൽ രൂക്ഷമായ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. 19-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളത്ത് വീട് തകർന്നു. അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ശ്രീകുട്ടൻ എന്ന വിജേഷിന്റെ വാർപ്പ് വീടാണ് നിലംപൊത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30-നാണ് സംഭവം. കുടുംബക്ഷേത്രത്തിൽ വിളക്കി വെക്കുന്നതിനായി വിജേഷും ഭാര്യയും 2 മക്കളും വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് വീട് തകർന്നത് എന്നതിനാൽ ആർക്കും പരിക്കില്ല. കുടുംബം വീടിന് പുറത്തായിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പൊന്നിയൂർക്കുളം പഞ്ചായത്തിലെ മന്നലാങ്കുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഗുരുവായൂർ MLA NK അക്ബറിന്റെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരാൻ തീരുമാനം. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിലാണ് യോഗം ചേരുന്നത്. പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ മന്നലാങ്കുന്നിൽ ചാക്കോലയിൽ റോഡ്, AKG റോഡ്, അൽ അമീൻ റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. ദേശീയപാത നിർമ്മാണത്തിനായി ഇവിടെ നിന്നും ലോഡ് കണക്കിന് മണ്ണെടുത്തുകൊണ്ടുപോയതാണ് വെള്ളം ഇവിടെ കെട്ടിനിൽക്കാൻ കാരണം. മാത്രമല്ല, അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും മഴ പെയ്തപ്പോൾ ഇവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അധികൃതർ ഇടപെട്ടതുകൊണ്ട് ദേശീയപാത അധികൃതർ കാന നിർമ്മിച്ച് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കാമെന്ന് ഉറപ്പു നൽകുകയും ഇതിനായി 2 അടി വ്യാസമുള്ള കോൺക്രീറ്റ് പൈപ്പ് കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മഴയ്ക്ക് ശമനമായപ്പോൾ ദേശീയപാത ഉദ്യോഗസ്ഥർ തന്നെ പൈപ്പുകൾ തിരിച്ചുകൊണ്ടുപോവുകയാണുണ്ടായത്. ഈ വർഷം മഴ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ വെള്ളം കയറുകയും സർവീസ് റോഡ് അടച്ചിടുകയും സ്പീഡ് ട്രാക്കിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയുമാണുണ്ടായത്. അന്നു മുതൽ രാപ്പകലില്ലാതെ 2 വലിയ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പു ചെയ്ത് കളയുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ട് മാറുകയോ സർവീസ് റോഡ് തുറന്നുകൊടുക്കാനോ സാധിച്ചിട്ടില്ല. ഇതുമൂലം നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത്. പല വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ NK അക്ബർ MLAയ്ക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ, റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം വിളിക്കുന്നതിന് തീരുമാനമായത്. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം. മരം കടപുഴകി വീണ് വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി പോസ്റ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തിപ്പിലശ്ശേരി വീട്ടിൽ ജയേഷിന്റെ വീടിന് മുൻവശത്തെ ഷീറ്റുകളും ഹരിദാസിന്റെ വീടിന് പിറകുവശത്തെ ഷീറ്റുകളുമാണ് മരം വീണ് തകർന്നത്. 2 വൈദ്യുതി പോസ്റ്റുകളും തകർന്നു വീണു. മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. കനത്ത മഴ മൂലം ചാട്ടുകുളത്ത് നടപ്പാതയ്ക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി റോഡ് ചെളിക്കുളമായി മാറി. ഇരുചക്രവാഹനങ്ങൾ ചെളിയിൽ തെന്നി വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് ചെളി നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് തോടിന് സമമായി. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി മൃഗാശുപത്രിക്ക് സമീപമുള്ള റോഡാണ് മഴ പെയ്താൽ തോടിന് സമാനമായി മാറുന്നത്. ഇതോടെ റോഡരികിലുള്ള 8 വീട്ടുകാരാണ് ദുരിതത്തിലായത്. മഴ കനത്താൽ ഉയർന്ന പ്രദേശത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യമില്ലാത്തതാണ് നാട്ടുകാർക്ക് ദുരിതമായിരിക്കുന്നത്. ചാവക്കാട് മുനക്കക്കടവിൽ കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. സർക്കിൾ ന്യൂസ് റിപ്പോർട്ടർ KS പാർവതിക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമം നടന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കാണ് സംഭവം. പ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമായതോടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ പാർവതിക്ക് നേരെ മുനക്കക്കടവ് ഇക്ബാൽ നഗർ പ്രദേശവാസികളായ ഒരു കൂട്ടം യുവാക്കൾ കയ്യേറ്റത്തിന് മുതിരുകയായിരുന്നു. കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. യുവതി ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ഒരു വീഡിയോ എടുക്കണ്ട, ഞങ്ങളെ മൊബൈലാണ് ഫോട്ടോ എടുത്തോ. ഞങ്ങൾ പോയിക്കോന്ന് പറയണേ, ഞങ്ങളുടെ ദുരക്കൊള്ളേ ഇതിനെന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കണേ നിങ്ങൾ എന്തും ചെയ്യാൻ പറ്റുമോ? ചാനലുകൾ കുറെ ചാനലുകൾ വരും ഇവിടെ, പറ്റൂല, സമ്മതിക്കൂല, വീഡിയോ എടുക്കരുത്.
കുന്നംകുളം കക്കാട് PWD റെസ്റ്റ് ഹൗസിന്റെ 1-ാം നിലയിൽ നിന്ന് കാൽവഴുതി താഴേക്ക് വീണ് പൊന്നാനി സ്വദേശിക്ക് ദാരുണാന്ത്യം. പൊന്നാനി തൃക്കാവ് പാണ്ടംപറമ്പത്ത് മന നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ മകൻ 70 വയസ്സുള്ള ശങ്കരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഉടനെ കുന്നംകുളം താലൂക്ക് ആശുപത്രി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. വേലൂർ കുറുമാലിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ 3 പേർക്ക് സാരമായി പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികളായ ചീരോത്ത് വീട്ടിൽ 51 വയസ്സുള്ള മിനി, നെല്ലിക്കൽ വീട്ടിൽ 58 വയസ്സുള്ള വത്സല എന്നിവർക്കും നാട്ടുകാരനായ തോപ്പിൽ 27 വയസ്സുള്ള ജമീനുമാണ് കടന്നൽ കുത്തേറ്റത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കുറുമാക്കാവ് ക്ഷേത്രത്തിന് സമീപം തൊഴിലുറപ്പ് തൊഴിലിന് വന്നതായിരുന്നു മിനിയും വത്സലയും. കാറ്റിൽ കൂടിളകി കൂട്ടത്തോടെ പറന്നെത്തിയ കടന്നലുകൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജമീന് കുത്തേറ്റത്. 3 പേരെയും ആദ്യം വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനാൽ പിന്നീട് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെ 2-ാം ഘട്ട ഉദ്ഘാടനം ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. ചാവക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ബി ദിലീപ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, 19-ാം വാർഡ് കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ എന്നിവരും ജനപ്രതിനിധികൾ, സിവിൽ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. 1,95,000 രൂപ ചെലവഴിച്ച് 19 ബോട്ടിൽ ബൂത്തുകളാണ് സ്ഥാപിക്കുന്നത്. ബാലഗോകുലം ഗുരുവായൂർ ഗോകുലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വാർഷികാഘോഷം നടത്തി. അഞ്ഞൂർ പാർക്കാടി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി സാഹിത്യകാരി സുനിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഉദ്ഘാടന സഭ, പ്രതിനിധി സഭ, ബാലസഭ, ചർച്ചാ സഭ, താലൂക്ക് സഭ, സമാപന സഭ എന്നിങ്ങനെ വിവിധ സെഷനുകളിലായിട്ടാണ് ജില്ലാ വാർഷികം നടത്തിയത്. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷനോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ ജില്ലാധ്യക്ഷൻ KM പ്രകാശൻ പതാക ഉയർത്തി. ഗോകുല ജില്ലാ സമിതി അംഗം A രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. KM പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഉത്തര കേരളം സമിതി അംഗം KV കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. PK ശിവദാസ് വൃത്താവതരണവും നടത്തി. തുടർന്നു നടത്തിയ വിവിധ സെഷനുകളിൽ MR പ്രമോദ്, PB സുദേവ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്യെഴുത്തും മാസിക മത്സര ഫലപ്രഖ്യാപനവും ഉണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,200 രൂപ, പവന് 73,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ചരമം: വടക്കേക്കാട് തിരുവളന്നൂർ കൊമ്പൻ വർഗീസ് ഭാര്യ ഫിലോമിന നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടത്തും. പരേതിയായ LC, മേരി, തോമസ്, മോളി, ഫിജി, ജിഫി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.